ഇന്നൊരു ചിറ്റ്ചാറ്റാണ്. അതിനകത്ത് വിഷയമെന്ന് പറയുന്നത് CBCIയുടെ ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു സംഭവമുണ്ട്. കേരള ഗവൺമെൻറ് കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അനുവദിച്ചു. ഇതിനെപ്പറ്റി പറയുന്നത് സഭയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളതും ഒരു രാഷ്ട്രീയക്കാരനുമായ ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം തൊടുപുഴ സ്വദേശിയാണ്, തോമസ്. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. സാറിനോട് ചോദിക്കട്ടെ, ഈ ആൻഡ്രൂസ് താഴത്തിൻ്റെ ഈ പ്രസ്താവന, അതായത് PFI ആണ് ഈ വിമത പക്ഷത്തിന്, അതായത് ഈ പള്ളിയിലെ വടക്കോട്ടും തെക്കോട്ടുമായ കുർബാനയുമായി ഇഷ്യൂ ബന്ധപ്പെട്ട് അവരാണ് ഫണ്ട് ചെയ്ത് സഹായിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ അകത്ത് പ്രസക്തി എന്തുവോ? ആൻഡ്രൂസ് താഴത്തെ പിതാവ് കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റാണ്. കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് അദ്ദേഹം തൃശൂർ രൂപതയുടെ ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹം പറഞ്ഞത് അവിശ്വസിക്കേണ്ട കാര്യം നിലവിലില്ല. കാരണം എറണാകുളം അങ്കമാലി രൂപതയില് സമരവുമായി ബന്ധപ്പെട്ട നടന്ന അതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകള് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ട സംഘടനയുടെ പരിപാടികളിൽ വളരെ സജീവമായി നിന്നിരുന്നു എന്നതുകൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. ആ കൂടെ തന്നെ ഒരു കത്തോലിക്ക ബിഷപ്പിനെതിരെ ഒരു കന്യാസ്ത്രീയുടെ ആരോപണമുണ്ടായി കേസായ സമയത്ത് എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ നടന്ന സമരത്തില് ആ സമരത്തിൽ പങ്കെടുക്കാനും സമരം വിജയിപ്പിക്കാനും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നത് പോപ്പുലർ ഫ്രണ്ടാണ് എന്ന് കേരളത്തിൽ അറിയാത്ത ആരുമില്ല. അപ്പൊ അവിടെ നിർത്താം. ഞാൻ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. കാരണം ഇത് ബേസിക്കലി എന്നെക്കാളും ജനങ്ങൾക്ക് ഇത് അറിയാൻ താല്പര്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഈ കത്തോലിക്ക സഭയ്ക്കകത്ത് ഈ ക്രിസ്തു വിശ്വാസമാണുള്ളത്. യേശുവിനെയാണ് ദൈവമായിട്ട് കാണുന്നത്. അതിനകത്ത് അച്ഛന്മാരാണ്, അതായത് കത്തോലിക്ക സഭയിലെ സീനിയർ ആയിട്ടുള്ള അച്ഛന്മാരൊക്കെയാണ് ഈ കുർബാന പ്രശ്നവുമായിട്ട് എറണാകുളം ചാലക്കുടി രൂപതയായി ബന്ധപ്പെട്ട് ഈ ഒരു അജിറ്റേഷനും ഇഷ്യൂ നടക്കുന്നത്. സാറേ, എൻ്റെ ഒരു ചോദ്യം വളരെ സിമ്പിളാണ്. ഇവർക്ക് ഈ വിശ്വാസത്തിനൊക്കെ അപ്പുറത്താണോ ഈ പറയുന്ന ഒരു ടെറർ സംഘടനയുമായി ബന്ധപ്പെട്ട് ഫണ്ട് മേടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭ ഈ വിശ്വാസത്തിൽ നിന്നും പുറകോട്ട് പോയി എന്നുള്ളതല്ലേ സത്യം? കത്തോലിക്ക സഭ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്ന സംഭവം അങ്ങനെ ഒരു സാഹചര്യം അല്ല അതിനകത്ത്. അത് അധികാര കേന്ദ്രങ്ങളില് ഇരിക്കുന്നവരും എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മറ്റു ഏത് രൂപതയേക്കാൾ വലിയ സാമ്പത്തിക സുസ്ഥിതിയുണ്ട്. കഴിഞ്ഞ 10-35 വർഷമായി ആ രൂപതയുടെ നിയന്ത്രണം ചില വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉരുത്തിരിഞ്ഞത് എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഈ സാമ്പത്തികം തന്നെയാണ് അവിടുത്തെ പ്രശ്നം. അത് സത്യമാണോ അല്ലയോ? സാമ്പത്തികം കയ്യിൽ നിന്ന് അതിന് സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചിലര് നടത്തുന്ന കുൽസിത പ്രവർത്തനങ്ങളാണ് ഈ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചത്. സാറേ ചോദ്യം സിമ്പിളാ. സാമ്പത്തികമാണ് പ്രശ്നം. അതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സഭ ശ്രമിക്കുമ്പോൾ അവര് ഒന്നിനും വഴങ്ങാതെ മാറി നിന്നാൽ ആര് ശല്യം ചെയ്യാൻ? ആ ഒരു സന്ദർഭത്തിൽ വീണ്ടും ചോദിക്കട്ടെ, ഇതിനകത്തൊരു ഇസ്ലാമിക സംഘടനയെ അവരുടെ ഫണ്ടിങ് എങ്ങനെ കയറി വരുന്നേ? ഇതിനകത്ത് വിശ്വാസം അവിടെയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ പൂർണ്ണമായി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഘടനയല്ല. അതിനകത്ത് ഒരു തീവ്രവാദി എലമെന്റ് വന്നു എന്നുള്ളത് ഒഴിച്ചാൽ ആ എലമെന്റിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും അതിന്റെ ഓർഗനൈസ്ഡ് രീതികളുമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും ഈ സ്ഥാപനങ്ങളിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തെയും ദുർബലപ്പെടുത്തിയാൽ അവർക്ക് മറ്റു പല ലാഭങ്ങൾ ഉണ്ടാവും എന്ന് കണ്ട് നടത്തിയ അതിനകത്ത് എന്ത് മെക്കാനിസമായി പറയുന്നത്? അത് മെക്കാനിസം എന്ന് പറയുന്നത് കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിലെ
ആദ്യമേ കേരളത്തിലെ ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളിൽ വ്യാപകമായ സമരങ്ങൾ നടന്നു. കേരളത്തിലെ സ്കൂളുകളിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകളിൽ സമരങ്ങൾ നടന്നു. അപ്പൊ ഈ സ്ഥാപനങ്ങളൊക്കെ ദുർബലമാവുകയും അതിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ജോലി ഭൗതികമായി ആലോചിച്ച് ഏതോ കേന്ദ്രത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളാണ് പോപ്പുലർ ഫണ്ട് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പം രണ്ടാമതൊരു കാര്യം വക്കീൽ സാർ പറഞ്ഞു, അതായത് ഒരു ബിഷപ്പ് ഫ്രാങ്കോവുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകൾക്ക് ആ സമരത്തിന് പിന്തുണ കൊടുത്തതാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞു. ഒരു കാര്യം ചോദിക്കട്ടെ, കാരണം ഈ കേരളത്തിലെ ഇപ്പം ട്രയൽ കോർട്ട് ബിഷപ്പ് ഫ്രാങ്കോയെ വെറുതെ വിട്ടു, അത് വീണ്ടും അപേക്ഷ കൊടുത്തിരിക്കുകയാണ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ കേസിനകത്ത് ബിഷപ്പ് ഫ്രാങ്കോ ക്ലീൻ ഇമേജ് ആണ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോ ബിഷപ്പ് ഫ്രാങ്കോ നിലവിലുള്ള ഇന്ത്യൻ നിയമ സംവിധാനത്തിൽ ആ നിയമ സംവിധാനം അനുശാസിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും അനുസരിച്ച് കടന്നുപോയി. അതിന് കത്തോലിക്ക സഭ ഫ്രാങ്കോ ബിഷപ്പിനെ പിന്താങ്ങുകയോ നടക്കുകയോ ചെയ്തില്ല. വ്യക്തിപരമായി കേസ് നടത്തി കേസ് ക്രിമിനൽ കോടതി അക്വിറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ അക്വിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടതി എടുത്ത നിലപാട് ശരിയല്ല. ചായക്കടയിൽ ഇരുന്ന് നിയമം പറയുന്നത് പോലെ ഇവിടെ ചില ചാനലുകൾ പറയുകയും അവമാനിക്കുകയും ചെയ്യുന്നത് വലിയ ഖേദകരമാണ്. ഇപ്പൊ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഉദാഹരണം പറയാം. ആൻഡ്രൂസ് താഴത്ത് പിതാവ് പോപ്പുലർ ഫണ്ട് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരായി പറഞ്ഞതാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിച്ച് വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നത് ഒരു മര്യാദയില്ലാത്ത കാര്യം. കാരണം ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയില് വിധ്വംസക പ്രവർത്തനം നടത്തി എന്ന് കണ്ടെത്തി പിടിച്ച് അറസ്റ്റ് ചെയ്ത് നിരവധി ആളുകളെ ജയിലിൽ കൊണ്ടുപോയി നിയമത്തിന് കീഴിലാക്കിയപ്പോ അത് ഒരു സമൂഹത്തിനെതിരെ നടത്തുന്ന ഒരു പ്രസ്താവനയാണ് എന്ന് പറയുന്നത് ലജ്ജാവഹോ. ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഈ നാൾ വരെ വായിൽ നിന്ന് ഒരബദ്ധം പറയാത്ത ബിഷപ്പ്മാരിൽ ഒരാളാണ്. അല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളത്. സാർ ഉദ്ദേശിക്കുന്നില്ല, ഈ ചോദ്യത്തിന് ശരിക്കും പ്രസക്തിയുണ്ട്. ഈ പറയുന്ന കാത്തലിക് സഭയ്ക്കകത്ത് ഒരു തീവ്രവാദ സംഘടന ഇൻസേർട്ട് ചെയ്തു, ഫണ്ട് ചെയ്ത് അതിനകത്ത് അടിയുണ്ടാക്കാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കാത്തലിക് സഭയ്ക്ക് ലോകത്തെവിടെ നിൽക്കാൻ പറ്റുന്നത്? അത് എറണാകുളത്ത് ഒരു ബിഷപ്പ് എറണാകുളത്ത് ഒരു വൈദികൻ, ഒരു പ്രായമായ വൈദികന, പ്രായം എന്ന് പറയുന്നത് ക്രൈസ്തവമായ വൈദികൻ, ക്രിസ്മസ് ദിവസം 25-ാം തീയതി അല്ല, ക്രിസ്മസ് ദിവസം തെറ്റാണ്. ക്രിസ്മസ് ആചരിക്കുന്നത് സൂര്യദേവന്റെ ദിവസങ്ങൾ നോക്കിയാണ്. അത് ക്രിസ്മസ് ആയ ക്രിസ്തുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ടല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച രൂപതയാണ് എറണാകുളം രൂപതയിലെ വൈദികരിലെ ഈ സമരം ചെയ്യുന്ന വൈദികരിൽ ഒരാള്. അത് അവര് ക്രിസ്ത്യൻ പാഷണ്ഡത നടത്തുന്ന വൈദികരാണ് എറണാകുളം അങ്കമാലി രൂപതയിൽ നടക്കുന്ന വൈദികരിൽ ഭൂരിപക്ഷവും. ഞാൻ സാറിനോട് ചോദിക്കട്ടെ, വേറെ ഇതൊക്കെ ഒരു അഭിപ്രായ പ്രകടനം എന്നല്ലേ ഉള്ളൂ? ആ സ്വാതന്ത്ര്യം സഭയ്ക്കകത്തുണ്ടല്ലോ. കാത്തലിക് സഭയ്ക്കകത്ത് പല ആൾക്കാരും പൊളിറ്റിക്സ് പറയുന്നുണ്ട്, അല്ലാതെ പറയുന്നവരുണ്ട്, സഭയുടെ നേതൃത്വത്തെ തെറ്റ് പറയുന്നവരുണ്ട്, സാക്ഷാൽ പോപ്പിനെ തെറ്റാന്ന് പറയുന്നവർ. ഇതൊക്കെ ഒരു സ്വാതന്ത്ര്യമല്ലേ? ജനാധിപത്യ വ്യവസ്ഥതയിൽ വിശ്വസിക്കുന്ന ഒരു വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സഭയല്ലേ കാത്തലിക് സഭ. അതല്ല എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ടും ഈ സഭയ്ക്കകത്ത്, അതായത് കാത്തലിക് സഭ എന്ന് പറഞ്ഞാൽ അയൺ ഫിസ്റ്റാണ്, അതേപോലെ നിയമങ്ങളും പരിപാടികളൊക്കെ ഉള്ള സഭയാണ്. അതിനകത്ത് ഈ ഒരു തീവ്രവാദ സംഘടന ഈ പറയുന്ന പല അച്ഛന്മാരെയും വിശ്വാസികളെയും പല ബിഷപ്പുകളെയും മാറ്റാൻ തക്ക രീതിയിൽ വരുമ്പോൾ അതിന് നിന്നുകൊടുത്ത് തകർന്നു പോകുന്ന സഭയാണോ കാത്തലിക് സഭ? എൻ്റെ ചോദ്യം സിമ്പിളാ. മനസ്സിലായി. കത്തോലിക്ക സഭ ലോകത്ത് ഏറ്റവും കൂടുതൽ, കത്തോലിക്ക സഭ എന്നല്ല, എല്ലാ ക്രിസ്ത്യൻ സഭകളും ജനാധിപത്യത്തിൽ അധിഷ്ഠിതമാണ്. അതിൻ്റെ ഒരു സൗന്ദര്യം അതാണ്. അകത്ത് പറയാനും സംസാരിക്കാനും വിമർശിക്കാനും തെറ്റുകൾ തൂട്ടിക്കാണിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളുള്ള സഭയാണ്. പക്ഷേ ഇതിന്റെ ഒരു ആധുനിക കാല ചരിത്രത്തില് ഈ പുഴുക്കുത്തുകള് നമ്മുടെ വീട്ടിലായാലും സമൂഹത്തിലായാലും ഉണ്ടാവും പുഴുക്കുത്തുകൾ. അപ്പൊ അത് കത്തോലിക്ക സഭ മാത്രമായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ല. ഇപ്പോ കഴിഞ്ഞ 75 വർഷം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു. കത്തോലിക്ക സഭയില് വലിയ പ്രചണ്ഡമായ മാറ്റം
എല്ലാ ഘടനകളിലും ഉണ്ടായി. വലിയ രീതിയിൽ കൃഷിക്കാരുടെ ഒരു സമൂഹമായിരുന്നുവെങ്കിൽ വ്യവസായികളുടെയും വിദ്യാഭ്യാസപരമായി വലിയ മുന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമായി മാറിയപ്പോൾ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വൈദികരോ നേതൃത്വത്തിൽ നിൽക്കുന്ന അൽമായരോ ഒക്കെ വഴിതെറ്റിയാൽ അത് ഒരു 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 ചെറിയ കാര്യമായിട്ട് കണ്ടാൽ മതി. ഈ 2000 ചില്ലുവാനും വർഷം ഇത് ഇങ്ങനെ ഇതിനേക്കാൾ ഈ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു നല്ല ബൈബിള് പോലും ഇല്ലാതിരുന്നിട്ടും ഈ 2000 കൊല്ലം ക്രിസ്ത്യൻ സമൂഹം കേരളത്തില് വളരെ പ്രചണ്ഡമായിട്ട് നിന്നു. ആ നിന്ന സമയത്ത് അതിനകത്ത് പുഴുക്കുത്തുകൾ ഉണ്ടായാൽ അത് സ്വാഭാവികമായിട്ട് കാലം എന്ന് പറയുന്ന കാലത്തിനിടയ്ക്ക് അവർക്ക് അവസാനിച്ചു പോകും. ഇപ്പൊ ഈ അഴിമതി ചെറിയ പണലാഭം നോക്കി ഇപ്പോൾ തീവ്രവാദി സംഘടനകളുമായിട്ട് ബന്ധം പ്രാപിച്ചവരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ സാറിന് വേറൊരു കോർ ഇഷ്യൂ ചോദിക്കട്ടെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നവർ കർഷകരെന്ന് പറഞ്ഞാൽ ക്രൈസ്തവരാണ്, പ്രത്യേകിച്ച് കാത്തലിക് കമ്മ്യൂണിറ്റിയാണ്. ഇപ്പം മലയോര കർഷകരാണെങ്കിലും ഈ പറയുന്ന പലയിടത്തും ഇന്നത്തെ സംവിധാനത്തിൽ കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. സാറ് സമ്മതിക്കുന്ന വസ്തുതയാണ്. വന്യമൃഗവും കാട്ടുപന്നി ഇങ്ങനെ 100 ഇഷ്യൂസ് ഉണ്ട്. ഇതല്ലേ ബേസിക്കലി സഭാവിശ്വാസികളുടെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ്, ഈ സഭയിൽ ഇന്നുണ്ടാകുന്ന ജനറേഷനിൽ ഒരാൾ പോലും കേരളത്തിൽ നിൽക്കുന്നില്ല. ഇന്ന് കാത്തലിക് സഭയും ക്രിസ്ത്യൻ സഭയാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ളവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഇതേപോലെയുള്ള പല സാനിറ്റോറിയം ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയല്ലേ സഭ കൂടുതലായിട്ട് ഈ സഭാവിശ്വാസികളെ കൂടുതൽ കൊണ്ടുവരിക. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റുണ്ട്. എന്തുകൊണ്ടാണ് കാത്തലിക് വിശ്വാസികൾ ഇത്രമാത്രം സൂയിസൈഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഈ സഭയ്ക്കകത്ത് ഇത്രമാത്രം അവരുടെ സഭാവിശ്വാസികളുടെ ഡൈവോഴ്സിൻ്റെ എണ്ണം ഇത്രമാത്രം കൂടുന്നത്? ഇതൊക്കെ പ്രധാനമായിട്ട് കീ ഇഷ്യൂ അല്ലയോ? ഇതല്ലയോ അഡ്രസ്സ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഇഷ്യൂ? അത് മാത്യു സാമുവല് പറഞ്ഞത് ഭാഗികമായി ശരിയാ. ബാക്കി ഇപ്പോ ഇസ്രായേലിലും വിയറ്റ്നാമിലും ഒക്കെ 1 ഹെക്ടർ സ്ഥലത്ത് 2.5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്ക് കർഷകന് 25 ലക്ഷം രൂപ വരെ ഒരു വർഷം വാർഷിക വരുമാനം ഉണ്ടാവുന്നുണ്ട് ആധുനിക കൃഷി രീതിയിൽ. കേരളത്തിൽ വരുമ്പോൾ ഉള്ള കുഴപ്പം എന്ന് പറയുന്നത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവാണ്. ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒരു ക്രിയേറ്റീവായ ഒരു നേതൃത്വത്തില് ഭരണത്തിൽ വരാതെ ഈ കാർഷിക ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാൻ പാടാം. ഈ കാർഷിക ഇഷ്യൂവില് ഒരു പക്ഷേ ഏറ്റവും നന്നായി ഈ കൃഷിക്കാരെ ചേർത്ത് നിർത്തുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സഭകൾ തന്നെയാണ്. കാരണം ഇപ്പോ മാത്യു സാമുവല് പറഞ്ഞു, ആദ്യം തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞു സിസ്റ്റേഴ്സിന് 1000 രൂപ പെൻഷൻ കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. 60 വയസ്സിന് മുകളിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് 25,000-ൽ താഴെ സിസ്റ്റേഴ്സാണ്. 25,000 സിസ്റ്റേഴ്സിന് ഒരു മാസം ഒരാൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ 25,000 രൂപയുടെ കാര്യവും അത് കേൾക്കുമ്പോൾ ക്രിസ്ത്യൻ സിസ്റ്റേഴ്സിന് ഇവര് 1000 രൂപ മാസം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ മനസ്സുകളിൽ ഒരു താല്പര്യം തോന്നാൻ വേണ്ടി ചെയ്ത ഒരു വലിയ പൊട്ടത്തരവും വലിയ സൂത്രവും. ഒരു 10,000 രൂപ വീതം കാരണം ഞാനിത് പറയാം. കാരണം കേരളത്തിലെ മെന്റലി റിട്ടാർഡ് ആളുകളെ നോക്കുന്നത്, മെന്റലി എനേബിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്നത്, രോഗികളെ നോക്കുന്നത്, അങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നോക്കുന്ന വലിയ ശുശ്രൂഷ ഈ ആയിരക്കണക്കിന് സിസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. ഒരു സമൂഹം എന്ന് പറയുന്നത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തോട് ചേർത്ത് നിർത്തുമ്പോഴാണ് ആ സമൂഹത്തിന് ഒരു പരിഷ്കൃത സമൂഹവും ഭംഗിയുണ്ടാകുന്നത്. അത് ക്രിസ്ത്യൻ ആശയങ്ങളുടെ അടിത്തറയിലാണ്. അവരത് യേശുവിന് വേണ്ടി അത് ചെയ്യുക. ആ ചെയ്യുന്ന അവർക്ക് വാർദ്ധക്യകാലത്ത് ഒരു സർക്കാരിന്റെ കൈത്താങ് എന്ന് പറയുന്നത് 1000 രൂപ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി കണ്ണിൽ പൊടിയിടാനുള്ള ഒരു രാഷ്ട്രീയ ഏർപ്പാട് മാത്രമാണ്. അതൊന്നും ഇപ്പോഴത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന കാര്യത്തില് ഒരു പൊളിറ്റിക്കൽ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് വന്നാൽ മാത്രമേ കേരളത്തിലെ കൃഷിക്കാർക്കും സാധാരണ തൊഴിലാളിക്കും ചെറുകിട കച്ചവടക്കാർക്കും ഇനി കേരളത്തിൽ വിജയിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് തോമസ് സാറേ കേരളത്തിലെ കാത്തലിക് സഭ റോയ് വാരികാട് സാർ എന്തുകൊണ്ടാണ് റോയ് സാറേ എന്തുകൊണ്ടാണ് കേരളത്തിലെ കാത്തലിക് സഭ ഈ പറയുന്ന പെൻഷൻ ഡിക്ലെയർ ചെയ്യുകയും ഇത് പറഞ്ഞ സമയത്ത് എന്തുകൊണ്ടാണ് അവരിത് തള്ളിക്കളയാതെ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ കാര്യം എന്താ?
അവര് രണ്ട് കാര്യങ്ങളിൽ, ഒന്ന് ഗവൺമെന്റ് എടുത്ത ഒരു പോളിസി മാറ്റമായതുകൊണ്ട് നിശബ്ദത പാലിച്ചതാണ്. രണ്ട്, അവര് ഈ സ്കൂളുകളിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പൈസ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ അധ്യാപകരെ ഞങ്ങൾ തന്നെ പഠിപ്പിച്ചോളാം. സമൂഹത്തിന്റെ പൈസ കിട്ടുന്ന ഒരു കാര്യം ഒരു 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 വിശ്വാസത്തെ പഠിപ്പിക്കാൻ വേണ്ടി മുടക്കേണ്ട കാര്യമില്ല എന്ന കാഴ്ചപ്പാട്. കാരണം ക്രിസ്ത്യൻ വിശ്വാസികളെ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഫണ്ട് മുടക്കുന്നത്, ജനങ്ങളുടെ ഫണ്ട് മുടക്കുന്നത് ശരിയല്ല എന്ന കാഴ്ചപ്പാട്. രണ്ട്, സാമൂഹിക കാര്യങ്ങളിൽ പ്രതിബദ്ധതയോടെ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സിന് സർക്കാർ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചാൽ അത് നിഷേധിക്കണ്ട, പക്ഷെ അത് കണ്ണിൽ പൊടിയിടുന്നത് പോലെ ആവരുത്, അത് അവമാനിക്കുന്നതിന് തുല്യമാക്കരുത് എന്ന് മാത്രമാണ് അഭിപ്രായം. അല്ലാതെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇല്ല, അതായത് അത് കിട്ടുവാണെങ്കിൽ വാങ്ങും, കിട്ടുവാണെങ്കിൽ എതിര് പറഞ്ഞിട്ടില്ല. പക്ഷെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് വേണ്ടെന്നും പറഞ്ഞു. അല്ല, സൺഡേ സ്കൂൾ അധ്യാപകരുടെ കാര്യം നിൽക്കട്ടെ. അതായത് കന്യാസ്ത്രീകൾക്കുള്ള പെൻഷൻ സഭയ്ക്ക് വേണം എന്ന് തന്നെയാണ് സഭയുടെ നിലപാട്. അത് വേണ്ടാന്ന് വെക്കേണ്ട, കുറച്ചുകൂടി ഒരു പോളിസി എന്നുള്ള നിലയിൽ മാറുമ്പോൾ അത് ചിലപ്പോൾ ഗുണകരമായിട്ട് വരാം. അപ്പൊ ഇനി അടുത്ത ഗവൺമെന്റ് വന്നു കഴിഞ്ഞിട്ട് കാത്തലിക് സഭയിലെ അച്ഛന്മാർക്കും കൂടെ പെൻഷൻ കൊടുക്കുവാണെങ്കിലോ? അപ്പോൾ അവരെ ഈ പറഞ്ഞ കാര്യം വ്യത്യാസത്തിൽ ചർച്ചായിട്ട് ഒക്കെ പല രൂപത്തിലൊക്കെ വരും. യൂറോപ്പിലൊക്കെ പോലെ രീതിയിലാവും. ഞാൻ റോയ് സാറിനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ഗവൺമെന്റ് ചെയ്ത ഒരു ബേസിക്കലി ഒരു ബാലൻസിങ് കളിയല്ലയോ? അതായത് മദ്രസ അധ്യാപകർക്ക് പെൻഷനും ശമ്പളവും എല്ലാം കൊടുക്കുന്നു, അന്ന് ക്രിസ്ത്യാനികളെയും കൂടെ സൂചിപ്പിക്കാൻ കൊടുത്തൊരു സംഭവമല്ലേ ഇത് ബേസിക്കലി? അത്രേ കാര്യമുള്ളൂ. കണ്ണി പൊടിയിടാനായിട്ട് ക്രിസ്ത്യാനികളെ ഒന്ന് സൂചിപ്പിച്ചേക്കാം എന്ന് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. എനിക്ക് കേരളത്തിലെ കാത്തലിക് സഭയുടെ, അതായത് കന്യാസ്ത്രീ മഠങ്ങളും കോൺഗ്രിഗേഷനും ഒക്കെ ശരിക്കും അറിയാം. കാരണം നമ്മുടെ ഒരു വീട്ടിൽ നോക്കുന്ന അതിനേക്കാളും നല്ലതുപോലെയാണ് കന്യാസ്ത്രീകൾ, പ്രായപൂർത്തിയായ കന്യാസ്ത്രീകളെയൊക്കെ നോക്കുന്ന. അവർക്ക് ആശുപത്രിയുണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ആശുപത്രി ഒന്നുമല്ല, ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നോക്കുന്നതിനേക്കാൾ ഭംഗിയായ അവരെ പ്രായമായവരെ, അവരെ സിസ്റ്റേഴ്സിനെ നന്നായി നോക്കുന്നു. അതാ ഞാൻ സാറിനോട് ചോദിക്കുന്നത്. ബേസിക്കലി ഇതിനൊന്നും, കാരണം സഭയ്ക്ക് ഇഷ്ടം പോലെ സാമ്പത്തിക അടിത്തറയുണ്ട്, ഇതിനുള്ള പണമുണ്ട്. എന്തിനാണ് സഭ ഇത് വാങ്ങുക? സഭ നേരിട്ട് പറയണമായിരുന്നു ഇതിൻ്റെ ആവശ്യമില്ല, ഇത് സാധാരണ ഇവിടെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക എന്ന് പറയുന്ന സഭ കൊടുക്കുന്നൊരു മെസ്സേജ് അല്ലായിരിക്കും? മെസ്സേജ് അല്ലേ സാറേ? ഞാൻ ചോദിക്കട്ടെ റോയ് സാറേ, ഇത് സഭയ്ക്ക് നേരിട്ട് പറയാം, ഇത് സഭയ്ക്ക് ആവശ്യമില്ല, കാരണം ഈ പണം മറ്റുള്ള വെൽഫെയറിന് വേണ്ടി കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് സഭ പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ ഒരു മെസ്സേജ് വളരെ ക്ലിയർ അല്ലായിരുന്നു. അല്ല, അത് അങ്ങനെ പറയുന്നു എന്ന് പറയുന്നത്, സഭ പറയുന്നു എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഒരു സഭയിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഇപ്പൊ CBCയുടെ ഒരു ചർച്ച ബാംഗ്ലൂർ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ആർച്ച് ബിഷപ്പിനോ ഒരു കാർഡിനോ ഒറ്റയ്ക്ക് ഒരു തീരുമാനം അനൗൺസ് ചെയ്ത് പറയാൻ പറ്റുകയില്ല. വളരെ ആലോചിച്ചല്ലാതെ ഒരു മറുപടി പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ പറയുന്ന ഒരു ശീലം കത്തോലിക്ക സഭയ്ക്കില്ല. കത്തോലിക്ക സഭയ്ക്കല്ല, ഒരു ക്രിസ്ത്യൻ ഡിനോമിനേഷനും ഇല്ല. അവരുടെ ആലോചനകൾ തീരാതെ കഴിയാതെ ഒരു മറുപടി ഒതുക്കിന്റെ ഒരു കാര്യത്തിലും അവരുടെ അഭിപ്രായം പറയാറുണ്ട്. ഞാനൊരു കാര്യം ചോദിട്ടെ, ഒരു ചോദ്യം കൂടെ ചോദിട്ടെ. ഈ ഏറ്റവും വലിയ കേരളത്തിലെ ക്രൈസ്തവർ നേരിടുന്ന ഏറ്റവും വലിയ രണ്ട് ഇഷ്യൂ എന്ന് പറയുന്നത്, അവരുടെ പുതിയ തലമുറയൊന്നും കേരളത്തിൽ നിൽക്കുന്നില്ല, അവർ വിദേശത്തോട്ട് പോകുന്നത്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ ക്രൈസ്തവർക്ക് കേരളത്തിൽ നേരെ ചൊവ്വേ അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല. ഈ രണ്ട് ഇഷ്യൂവിലും ഏത് രീതിയിലുള്ള നിലപാടാണ് കാത്തലിക് സഭ വരാൻ പോകുന്ന ഇലക്ഷനിൽ എടുക്കാൻ പോകുന്നത്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയില് കത്തോലിക്ക സഭ അടുത്ത തെരഞ്ഞെടുപ്പില് ക്രിസ്ത്യൻ സമൂഹത്തിന് ഗുണകരമാകുന്ന ഒരു തീരുമാനം എടുക്കാനുള്ള ലൈനാണ് ഇപ്പൊ അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, കത്തോലിക്ക സഭ ഒരു പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ വളരെ പരസ്യമായി എടുക്കുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കമോ വളരെ അപൂർവമായിട്ടേ വന്നിട്ടുള്ളൂ. അവരുടെ പിതാക്കന്മാരോ മറ്റു സമുദായ നേതാക്കളോ ഒരു ഇഷ്യൂ ബേസ്ഡ് കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ ഒരു പരസ്യമായ ഒരു നിലപാട് പ്രഖ്യാപിച്ച സാഹചര്യങ്ങൾ ചുരുക്കമാണ്. അത് സാർ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ കോർ ഇഷ്യൂവിനകത്ത്. കാരണം മലബാറിലുള്ള ആർച്ച് ബിഷപ്പ് പറഞ്ഞിരുന്നു, കാരണം കർഷകർക്ക് റബ്ബറിന് ഇത്ര വില കൂടി തന്നു കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്യാം.
ഇതൊക്കെ കോർ ഇഷ്യൂ ആണ് പറയുന്നത്, റബ്ബറുമായിട്ടും അവിടുത്തെ കാർഷിക വിളകളുമായിട്ടുള്ള. അപ്പോൾ അവിടെ എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നത് ഞാൻ ചോദിച്ചത്. ഞാൻ വേറെ പോളിസിയുടെ മാറ്റേഴ്സ് ഒന്നുമല്ല ഞാൻ ചോദിച്ചത്. അവര് ഇപ്പൊ റബ്ബറിന്റെ വിഷയത്തില് ഇനി ഈ കത്തോലിക്ക സഭ എന്നല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരുമിച്ച് നിന്നാലും ഇനി കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിനും ചെയ്യാവുന്നതിന് പരിമിതിയായി. കാരണം റബ്ബറിന്റെ വില താഴേക്ക് പോവുകയും കൃഷിച്ചെലവ് കൂടുകയും അതിന്റെ ഉത്പാദനം കുറയുകയും ഒക്കെ ചെയ്ത സ്ഥിതിക്ക് ലാഭകരമല്ലാത്ത ഒരു കൃഷിയിലേക്ക് റബ്ബർ മാറിയിട്ടുണ്ട്. അത് അറിയാതെയാണ് പലതും റബ്ബർ കൃഷിക്കാർ വിഷമിക്കുന്നു എന്ന് പറയുന്നത്. കേരളത്തിലെ ഈ കൃഷിക്കാര് സമാന്തരമായി ബദൽ കൃഷി രീതി കണ്ടെത്തിയില്ലെങ്കിൽ ഈ കൃഷി റബ്ബർ കൃഷി എന്നല്ല എല്ലാ കൃഷി. ഒരു ചോദ്യം കൂടെ ചോദിച്ച് നിർത്തുക. ആൻഡ്രൂസ് പിതാവ് ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്ത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് BJPയും RSSും ആണ്. ഉറപ്പായിട്ടും ഇലക്ഷൻ ആയിരിക്കും മുന്നിൽ കണ്ട്. ഇപ്പം ഇതിനെ ബേസിക്കലി കാത്തലിക് വിശ്വാസികൾ ഏത് രീതിയിലാണ് കാണുന്നത്? അതിനെ ഇപ്പോ BJP ആയാലും RSS ആയാലും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കിട്ടുന്ന ഒരു കാര്യങ്ങള് പ്രത്യേകിച്ച് മതമേലധ്യക്ഷന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയാല് അവരത് വ്യാപകമായി ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോ അത് അങ്ങേരെ ഒരു സഭ CBCIയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും ആർച്ച് ബിഷപ്പ് എന്നുള്ള നിലയിലും എറണാകുളം അങ്കമാലി രൂപതയുടെ അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിലും അദ്ദേഹം കണ്ടെത്തിയിരുന്ന കാര്യങ്ങള് അദ്ദേഹം പരസ്യമായി പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം എന്നോട് തന്നെ ഈ വിഷയങ്ങള് പങ്കുവച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് പലതും എനിക്ക് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, ഔദ്യോഗിക കാര്യങ്ങൾ പറയാൻ പാടില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒരു നിരോധിത സംഘടനയുടെ ആയതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ പുറത്തു പറയാൻ തയ്യാറായത്. ഒരു കാര്യം ചോദിക്കട്ടെ, നിരോധിത സംഘടനയുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹം CBCIയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രൈം മിനിസ്റ്ററുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു ലെവലിൽ വരെ പോയൊരു ഇഷ്യൂ ആയത്. അപ്പൊ ഇനി വരാനുള്ള സമയത്ത് ആരാണ് ഇടപെട്ടത്, ഇവരുടെ പേരുകൾ കൂടി പുറത്തു വരുമോ? പുറത്തു വരും, അതിന്റെ ഡീറ്റെയിൽ പുറത്തു വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ, റോയ് സർ, താങ്ക് യു.